LDC KTM KKD 2024 ചോദിച്ച ചോദ്യോത്തരങ്ങളാണ് ഇവിടെ പറയുന്നത്. കഴിഞ്ഞ ക്ലാസിന്റെ തുടർച്ചയാണ്. നാട്ടുരാജ്യങ്ങളുടെ സംയോജനത്തിൽ സർദാർ വല്ലഭായ് പട്ടേലിനെ സഹായിച്ചത് ആര്? CR ദാസ്, സുഭാഷ് ചന്ദ്രബോസ്, പോറ്റി ശ്രീരാമുലു, VP മേനോൻ. നാട്ടുരാജ്യങ്ങളുടെ സംയോജനത്തിൽ സർദാർ വല്ലഭായ് പട്ടേലിനെ സഹായിച്ചത് ആര്? CR ദാസ്, സുഭാഷ് ചന്ദ്രബോസ്, പോറ്റി ശ്രീരാമുലു, VP മേനോൻ. ആൻസർ VP മേനോൻ. നാട്ടുരാജ്യങ്ങളുടെ സംയോജനത്തിന് നേതൃത്വം കൊടുത്തത് സർദാർ വല്ലഭായ് പട്ടേൽ. നാട്ടുരാജ്യങ്ങളുടെ സംയോജനത്തിന് നേതൃത്വം കൊടുത്തത് സർദാർ വല്ലഭായ് പട്ടേൽ. നാട്ടുരാജ്യങ്ങളെ ഇന്ത്യൻ യൂണിയനിൽ ലയിപ്പിക്കുന്നതിന് പട്ടേലും VP മേനോനും ചേർന്ന് തയ്യാറാക്കിയ കരാർ ലയന കരാർ. നാട്ടുരാജ്യങ്ങളെ ഇന്ത്യൻ യൂണിയനിൽ ലയിപ്പിക്കുന്നതിന് പട്ടേലും VP മേനോനും ചേർന്ന് തയ്യാറാക്കിയ കരാർ ലയന കരാർ. നാട്ടുരാജ്യ വകുപ്പ് സ്റ്റേറ്റ്സ് ഡിപ്പാർട്ട്മെൻറ്റ് നിലവിൽ വന്നത് 1947 മെയ്. നാട്ടുരാജ്യ വകുപ്പ് സ്റ്റേറ്റ്സ് ഡിപ്പാർട്ട്മെൻറ്റ് നിലവിൽ വന്നത് 1947 മെയ്. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിക്കുന്ന സമയത്ത് 565ഓളം നാട്ടുരാജ്യങ്ങളാണ് ഉണ്ടായിരുന്നത്. ഇവയിൽ 3 എണ്ണം ഒഴികെ എല്ലാ നാട്ടുരാജ്യങ്ങളും ഇന്ത്യൻ യൂണിയനിൽ ചേരാൻ തയ്യാറായി. ഇന്ത്യയിൽ യൂണിയനിൽ ചേരാതെ നിന്നിരുന്ന നാട്ടുരാജ്യങ്ങൾ കാശ്മീർ, ജുനഗഡ്, ഹൈദരാബാദ്. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിക്കുന്ന സമയത്ത് 565ഓളം നാട്ടുരാജ്യങ്ങളാണ് ഉണ്ടായിരുന്നത്. ഇവയിൽ 3 എണ്ണം ഒഴികെ എല്ലാ നാട്ടുരാജ്യങ്ങളും ഇന്ത്യൻ യൂണിയനിൽ ചേരാൻ തയ്യാറായി. ഇന്ത്യൻ യൂണിയനിൽ ചേരാതെ നിന്നിരുന്ന നാട്ടുരാജ്യങ്ങൾ കാശ്മീർ, ജുനഗഡ്, ഹൈദരാബാദ്. സ്റ്റേറ്റ്സ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ചുമതലയുണ്ടായിരുന്ന മന്ത്രി സർദാർ വല്ലഭായ് പട്ടേൽ. സ്റ്റേറ്റ്സ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ചുമതലയുണ്ടായിരുന്ന മന്ത്രി സർദാർ വല്ലഭായ് പട്ടേൽ. ഇന്ത്യൻ യൂണിയനിൽ ചേർന്ന ആദ്യ നാട്ടുരാജ്യം ഭാവ്നഗർ. ഇന്ത്യൻ യൂണിയനിൽ ചേർന്ന ആദ്യ നാട്ടുരാജ്യം ഭാവ്നഗർ. ബീക്കാനിർ എന്നൊരു അഭിപ്രായമുണ്ട്. VP മേനോനെ കുറിച്ച് പറയുമ്പോൾ VP മേനോൻ 1894 പാലക്കാട് ജില്ലയിലെ ഒറ്റപ്പാലത്ത് ജനിച്ചു. VP മേനോൻ 1894 പാലക്കാട് ജില്ലയിലെ ഒറ്റപ്പാലത്ത് ജനിച്ചു. നാട്ടുരാജ്യങ്ങളെ ഏകീകരിക്കുന്നതിനായി രൂപം കൊണ്ട ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് സ്റ്റേറ്റ്സിൻ്റെ തലവനായിരുന്ന മലയാളി VP മേനോൻ വാപ്പാല പങ്കുണ്ണി മേനോൻ. നാട്ടുരാജ്യങ്ങളെ ഏകീകരിക്കുന്നതിനായി രൂപം കൊണ്ട ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് സ്റ്റേറ്റ്സിൻ്റെ തലവനായിരുന്ന മലയാളി VP മേനോൻ വാപ്പാല പങ്കുണ്ണി മേനോൻ. VP മേനോൻ എഴുതിയ പുസ്തകങ്ങൾ ദ ട്രാൻസ്ഫർ ഓഫ് പവർ ഇൻ ഇന്ത്യ, ദ സ്റ്റോറി ഓഫ് ദി ഇൻ്റഗ്രേഷൻ ഓഫ് ഇന്ത്യൻ സ്റ്റേറ്റ്സ്. VP മേനോൻ എഴുതിയ പുസ്തകങ്ങൾ ദ ട്രാൻസ്ഫർ ഓഫ് പവർ ഇൻ ഇന്ത്യ, ദ സ്റ്റോറി ഓഫ് ദി ഇൻ്റഗ്രേഷൻ ഓഫ് ഇന്ത്യൻ സ്റ്റേറ്റ്സ്. VP മേനോൻ ഒഡീഷയുടെ ഗവർണറായ വർഷം 1951. VP മേനോൻ ഒഡീഷയുടെ ഗവർണറായ വർഷം 1951. SCERT പാഠപുസ്തക പ്രകാരം 1952. ലയന കരാർ വഴി ഇന്ത്യൻ യൂണിയനിലേക്ക് കൂട്ടിച്ചേർക്കപ്പെട്ട നാട്ടുരാജ്യം കാശ്മീർ. ലയന കരാർ വഴി ഇന്ത്യൻ യൂണിയനിലേക്ക് കൂട്ടിച്ചേർക്കപ്പെട്ട നാട്ടുരാജ്യം കാശ്മീർ. കാശ്മീർ ഇന്ത്യയിൽ ലയിക്കാൻ സമ്മതിച്ചുകൊണ്ട് ലയന കരാർ ഒപ്പുവെച്ചത് 1947 ഒക്ടോബർ 26. കാശ്മീർ ഇന്ത്യയിൽ ലയിക്കാൻ സമ്മതിച്ചുകൊണ്ട് ലയന കരാർ ഒപ്പുവെച്ചത് 1947 ഒക്ടോബർ 26. ഹൈദരാബാദിനെ ഇന്ത്യയുമായി കൂട്ടിച്ചേർത്ത സൈനിക നടപടി ഓപ്പറേഷൻ പോളോ 1948. ഹൈദരാബാദിനെ ഇന്ത്യയുമായി കൂട്ടിച്ചേർക്കപ്പെട്ട സൈനിക നടപടി ഓപ്പറേഷൻ പോളോ 1948. ഇന്ത്യൻ യൂണിയനിൽ ലയിച്ചപ്പോൾ കാശ്മീർ ഭരിച്ചിരുന്ന രാജാവ് രാജാ ഹരി സിംഗ്. ഇന്ത്യൻ യൂണിയനിൽ ലയിച്ചപ്പോൾ കാശ്മീർ ഭരിച്ചിരുന്ന രാജാവ് രാജാ ഹരി സിംഗ്. ഹൈദരാബാദ് ഇന്ത്യയിൽ ലയിക്കുമ്പോൾ നൈസാം മിർ ഉസ്മാൻ അലി ഖാൻ. ഹൈദരാബാദ് ഇന്ത്യയിൽ ലയിക്കുമ്പോൾ നൈസാം മിർ ഉസ്മാൻ അലി ഖാൻ. ജുനഗഡിൽ ഇന്ത്യൻ യൂണിയനിൽ ചേരണമെന്നാവശ്യപ്പെട്ട് ഉയർന്നു വന്ന ജനകീയ സമരത്തിൻ്റെ നേതാവ് സമൽദാസ് ഗാന്ധി. ജുനഗഡിൽ ഇന്ത്യൻ യൂണിയനിൽ ചേരണമെന്നാവശ്യപ്പെട്ട് ഉയർന്നു വന്ന ജനകീയ സമരത്തിൻ്റെ നേതാവ് സമൽദാസ് ഗാന്ധി. ജുനഗഡിൽ റഫറണ്ടം നടന്നത് 1948 ഫെബ്രുവരി 24. ജുനഗഡിൽ റഫറണ്ടം നടന്നത് 1948 ഫെബ്രുവരി 24. ലയനക്കരാർ അനുസരിച്ച് നാട്ടുരാജ്യങ്ങൾ കേന്ദ്ര സർക്കാരിന് കൈമാറേണ്ടി വന്ന വകുപ്പുകൾ പ്രതിരോധം, വാർത്താവിനിമയം, വിദേശകാര്യം.
ലയനക്കരാർ അനുസരിച്ച് നാട്ടുരാജ്യങ്ങൾ കേന്ദ്ര സർക്കാരിന് കൈമാറേണ്ടി വന്ന വകുപ്പുകൾ: പ്രതിരോധം, വാർത്താവിനിമയം, വിദേശകാര്യം. 1954 ഫ്രാൻസ് ഇന്ത്യക്ക് കൈമാറിയ ഫ്രഞ്ച് അധിനിവേശ പ്രദേശങ്ങൾ: പോണ്ടിച്ചേരി, മാഹി, കാരക്കൽ, യാനം. 1954 ഫ്രാൻസ് ഇന്ത്യക്ക് കൈമാറിയ ഫ്രഞ്ച് അധിനിവേശ പ്രദേശങ്ങൾ: പോണ്ടിച്ചേരി, മാഹി, കാരക്കൽ, യാനം. 1961 പോർച്ചുഗൽ ഇന്ത്യക്ക് കൈമാറിയ അധിനിവേശ പ്രദേശങ്ങൾ: ഗോവ, ദാമൻ, ദിയു. 1961 പോർച്ചുഗൽ ഇന്ത്യക്ക് കൈമാറിയ അധിനിവേശ പ്രദേശങ്ങൾ: ഗോവ, ദാമൻ, ദിയു. ഇന്ത്യൻ യൂണിയനിൽ ചേരാതെ നിന്നിരുന്ന നാട്ടുരാജ്യങ്ങൾ: കാശ്മീർ, ചുനഗഡ്, ഹൈദരാബാദ്. ഇന്ത്യൻ യൂണിയനിൽ ചേരാതെ നിന്നിരുന്ന നാട്ടുരാജ്യങ്ങൾ: കാശ്മീർ, ചുനഗഡ്, ഹൈദരാബാദ്. ലയനക്കരാർ വഴി ഇന്ത്യൻ യൂണിയനിലേക്ക് കൂട്ടിച്ചേർക്കപ്പെട്ട നാട്ടുരാജ്യം: കശ്മീർ. ലയനക്കരാർ വഴി ഇന്ത്യൻ യൂണിയനിലേക്ക് കൂട്ടിച്ചേർക്കപ്പെട്ട നാട്ടുരാജ്യം: കശ്മീർ. ഹൈദരാബാദിനെ ഇന്ത്യയുമായി കൂട്ടിച്ചേർത്ത സൈനിക നടപടി: ഓപ്പറേഷൻ പോളോ, 1948. ഹൈദരാബാദിനെ ഇന്ത്യയുമായി കൂട്ടിച്ചേർത്ത സൈനിക നടപടി: ഓപ്പറേഷൻ പോളോ, 1948. റഫറണ്ടം ജനഹിത പരിശോധന വഴി ഇന്ത്യൻ യൂണിയനിലേക്ക് കൂട്ടിച്ചേർത്ത നാട്ടുരാജ്യം: ചുനഗഡ്. റഫറണ്ടം, അതായത് ജനഹിത പരിശോധന വഴി ഇന്ത്യൻ യൂണിയനിലേക്ക് കൂട്ടിച്ചേർക്കപ്പെട്ട നാട്ടുരാജ്യം: ചുനഗഡ്. ഓപ്ഷൻസിലൂടെ പോകുമ്പോൾ അമരജീവി എന്നറിയപ്പെടുന്ന സ്വാതന്ത്ര്യ സമരസേനാനി: പോറ്റി ശ്രീരാമലു. അമരജീവി എന്നറിയപ്പെടുന്ന സ്വാതന്ത്ര്യ സമരസേനാനി: പോറ്റി ശ്രീരാമലു. സ്വരാജ് പാർട്ടിയിലെ പ്രമുഖ നേതാക്കൾ: CR ദാസ്, മോത്തിലാൽ നെഹ്റു, വിതൽഭായ് പട്ടേൽ, ഹക്കീം അജ്മൽ ഖാൻ, മദൻ മോഹൻ മാളവ്യ. സ്വരാജ് പാർട്ടിയിലെ പ്രമുഖ നേതാക്കൾ: CR ദാസ്, മോത്തിലാൽ നെഹ്റു, വിതൽഭായ് പട്ടേൽ, ഹക്കീം അജ്മൽ ഖാൻ, മദൻ മോഹൻ മാളവ്യ. സ്വരാജ് പാർട്ടിയുടെ ആദ്യ പ്രസിഡന്റ്: CR ദാസ്. സ്വരാജ് പാർട്ടിയുടെ ആദ്യ പ്രസിഡന്റ്: CR ദാസ്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ തിരഞ്ഞെടുക്കപ്പെട്ട ആദ്യ പ്രസിഡന്റ്: സുഭാഷ് ചന്ദ്രബോസ്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ തിരഞ്ഞെടുക്കപ്പെട്ട ആദ്യ പ്രസിഡന്റ്: സുഭാഷ് ചന്ദ്രബോസ്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ തിരഞ്ഞെടുക്കപ്പെട്ട ആദ്യ പ്രസിഡന്റ്: സുഭാഷ് ചന്ദ്രബോസ്. സുഭാഷ് ചന്ദ്രബോസിന്റെ രാഷ്ട്രീയ ഗുരു: CR ദാസ്. സുഭാഷ് ചന്ദ്രബോസിന്റെ രാഷ്ട്രീയ ഗുരു: CR ദാസ്. അഞ്ചാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോകുമ്പോൾ ഫ്രഞ്ച് വിപ്ലവത്തിന്റെ പ്രവാചകൻ എന്നറിയപ്പെടുന്നത് ആര്? ഓപ്ഷൻസ്: വോൾട്ടയർ, റോസോ, മോണ്ടസ്ക്യൂ, ലൂയി 14. ഫ്രഞ്ച് വിപ്ലവത്തിന്റെ പ്രവാചകൻ എന്നറിയപ്പെടുന്നത് ആര്? വോൾട്ടയർ, മോണ്ടസ്ക്യൂ, റൂസോ, ലൂയി 14. റൂസോ. ആൻസർ: റൂസോ. സ്വിറ്റ്സർലൻഡിലാണ് റൂസോ ജനിച്ചത്. ഇദ്ദേഹത്തിന്റെ ആശയങ്ങളാണ് മനുഷ്യാവകാശ പ്രഖ്യാപനത്തിൽ പ്രതിഫലിക്കുന്നത്. റൂസോയുടെ പ്രസിദ്ധമായ കൃതിയാണ് സോഷ്യൽ കോൺട്രാക്ട്. ഫ്രഞ്ച് വിപ്ലവത്തിന്റെ ബൈബിൾ, ആധുനിക ജനാധിപത്യത്തിന്റെ സുവിശേഷം എന്നിങ്ങനെ അറിയപ്പെടുന്നത് ദ സോഷ്യൽ കോൺട്രാക്ട്. ഫ്രഞ്ച് വിപ്ലവത്തിന്റെ ബൈബിൾ, ആധുനിക ജനാധിപത്യത്തിന്റെ സുവിശേഷം എന്നിങ്ങനെ അറിയപ്പെടുന്നത് ദ സോഷ്യൽ കോൺട്രാക്ട്. വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ട് റൂസോ എഴുതിയ കൃതി എമിലി. റൂസോയുടെ ആത്മകഥ കുമ്പസാരങ്ങൾ. ഫ്രഞ്ച് വിപ്ലവത്തിന്റെ പ്രവാചകൻ റൂസോ. റഷ്യൻ വിപ്ലവത്തിന്റെ പ്രവാചകൻ ലിയോ ടോൾസ്റ്റോയ്. ഇന്ത്യൻ ദേശീയതയുടെ പ്രവാചകൻ രാജാറാം മോഹൻ റോയ്. പാകിസ്ഥാന്റെ പ്രവാചകൻ മുഹമ്മദ് ഇക്ബാൽ. ആധുനിക ഫ്രാൻസിന്റെ ശില്പി നെപ്പോളിയൻ ബോണോപാർട്ട്. ആധുനിക റഷ്യയുടെ ശില്പി പീറ്റർ ചക്രവർത്തി. ഇന്ത്യയുടെ പിതാമഹൻ ദയാനന്ദ സരസ്വതി. ഇന്ത്യൻ ദേശീയതയുടെ പിതാവ് സുരേന്ദ്രനാഥ ബാനർജി. ആധുനിക ഇന്ത്യയുടെ പിതാവ് ബാലഗംഗാധര തിലകൻ.
ഫ്രഞ്ച് വിപ്ലവത്തിന് ഉത്തേജനം നൽകിയ ചിന്തകന്മാരാണ് റൂസോ, വോൾട്ടയർ, മൊണ്ടസ്ക്യൂ. ഫ്രഞ്ച് വിപ്ലവത്തിന് ഉത്തേജനം നൽകിയ ചിന്തകന്മാരാണ് റൂസോ, വോൾട്ടയർ, മൊണ്ടസ്ക്യൂ. ഫ്രഞ്ച് ചിന്തകനായ വോൾട്ടയർ യുക്തിചിന്ത, സമത്വം, മനുഷ്യസ്നേഹം എന്നിവ പ്രോത്സാഹിപ്പിച്ചു. വോൾട്ടയറിന്റെ പ്രധാന കൃതി ദ ഏജ് ഓഫ് ലൂയി 14. വോൾട്ടയറിന്റെ പ്രധാന കൃതി ദ ഏജ് ഓഫ് ലൂയി 14. ജനാധിപത്യത്തെയും റിപ്പബ്ലിക്കിനെയും പ്രോത്സാഹിപ്പിച്ച ഫ്രഞ്ച് ചിന്തകൻ മൊണ്ടസ്ക്യൂ. ജനാധിപത്യത്തെയും റിപ്പബ്ലിക്കിനെയും പ്രോത്സാഹിപ്പിച്ച ഫ്രഞ്ച് ചിന്തകൻ മൊണ്ടസ്ക്യൂ. മൊണ്ടസ്ക്യൂവിന്റെ പ്രധാന കൃതി നിയമങ്ങളുടെ അന്തസത്ത. മൊണ്ടസ്ക്യൂവിന്റെ പ്രധാന കൃതി നിയമങ്ങളുടെ അന്തസത്ത, ദ സ്പിരിറ്റ് ഓഫ് ലോ. ദ സ്പിരിറ്റ് ഓഫ് ലോസ്. ലോകത്ത് ഏറ്റവും കൂടുതൽ കാലം ഭരിച്ച ഭരണാധികാരി ലൂയി 14. ലോകത്ത് ഏറ്റവും കൂടുതൽ കാലം ഭരിച്ച ഭരണാധികാരി ലൂയി 14. ആറാമത്തെ ക്വസ്റ്റ്യൻ, കേരളത്തിലെ ഇപ്പോഴത്തെ റവന്യൂ വകുപ്പ് മന്ത്രി ആര്? ശ്രീ കെ രാധാകൃഷ്ണൻ, ശ്രീ കെ കൃഷ്ണൻകുട്ടി, ശ്രീ ബാലഗോപാൽ, അഡ്വക്കേറ്റ് രാജൻ. കേരളത്തിലെ ഇപ്പോഴത്തെ റവന്യൂ വകുപ്പ് മന്ത്രി ആര്? ശ്രീ കെ രാധാകൃഷ്ണൻ, ശ്രീ കെ കൃഷ്ണൻകുട്ടി, ശ്രീ ബാലഗോപാൽ, അഡ്വക്കേറ്റ് കെ രാജൻ. അഡ്വക്കേറ്റ് കെ രാജൻ. 15ാം നിയമസഭ മന്ത്രിമാരും വകുപ്പുകളും. പിണറായി വിജയൻ മുഖ്യമന്ത്രി, മണ്ഡലം ധർമ്മടം. ആഭ്യന്തരം, പൊതുഭരണം, അഖിലേന്ത്യാ സർവീസ്. ശാസ്ത്ര സാങ്കേതിക പരിസ്ഥിതി വകുപ്പ് ഉദ്യോഗസ്ഥ ഭരണ പരിഷ്കാരം, വിവര സാങ്കേതിക വിദ്യ, ദുരിതാശ്വാസം, വിമാനത്താവളങ്ങൾ, മെട്രോ റെയിൽ, ഇൻഫർമേഷൻ ആൻഡ് പബ്ലിക് റിലേഷൻസ്, വിജിലൻസ്, പ്രവാസി കാര്യം. വി ഡി സതീശൻ, മണ്ഡലം പറവൂർ, പ്രതിപക്ഷ നേതാവ്. എ എൻ ഷംസീർ, മണ്ഡലം തലശ്ശേരി, സ്പീക്കർ. ചിറ്റയം ഗോപകുമാർ, മണ്ഡലം അടൂർ, ഡെപ്യൂട്ടി സ്പീക്കർ. കെ രാജൻ, മണ്ഡലം ഒല്ലൂർ, ലാൻഡ് റവന്യൂ. ഭൂനികുതി, സർവേ ആൻഡ് ലാൻഡ് റെക്കോർഡ്സ്, ഭൂപരിഷ്കരണം, ഭവന നിർമ്മാണം. റോഷി അഗസ്റ്റിൻ, മണ്ഡലം ഇടുക്കി, ജലവിഭവം, കമാൻഡ് ഏരിയ ഡെവലപ്മെൻറ്റ് അതോറിറ്റി, ഭൂഗർഭജലം, ജലവിതരണവും ശുചീകരണവും. കെ കൃഷ്ണൻകുട്ടി, മണ്ഡലം ചിറ്റൂർ, വൈദ്യുതി അനർട്ട്. എ കെ ശശീന്ദ്രൻ, മണ്ഡലം എലത്തൂർ, വനം വന്യജീവി സംരക്ഷണം. രാമചന്ദ്രൻ കടന്നപ്പള്ളി, മണ്ഡലം കണ്ണൂർ, രജിസ്ട്രേഷൻ, മ്യൂസിയം, ആർക്കിയോളജി. വി അബ്ദുറഹിമാൻ, മണ്ഡലം താനൂർ, സ്പോർട്സ്, വഹക് ആൻഡ് ഹജ്ജ്, പോസ്റ്റ് ആൻഡ് ടെലിഗ്രാഫ്, റെയിൽവേ, ന്യൂനപക്ഷ ക്ഷേമം. അഡ്വക്കേറ്റ് ജി ആർ അനിൽ, മണ്ഡലം നെടുമങ്ങാട്, ഭക്ഷ്യ പൊതുവിതരണം, ഉപഭോക്തൃകാര്യം, ലീഗൽ മെട്രോളജി. കെ എൻ ബാലഗോപാൽ, മണ്ഡലം കൊട്ടാരക്കര, ധനകാര്യം, ട്രഷറി, ലോട്ടറി, സ്റ്റാമ്പ്സ് ആൻഡ് സ്റ്റാമ്പ് ഡ്യൂട്ടീസ്, സംസ്ഥാന ഇൻഷുറൻസ്. പ്രൊഫസർ ആർ ബിന്ദു, മണ്ഡലം ഇരിങ്ങാലക്കുട, ഉന്നത വിദ്യാഭ്യാസം, സാങ്കേതിക വിദ്യാഭ്യാസം, സാമൂഹ്യനീതി. ജെ ചിഞ്ചുറാണി, മണ്ഡലം ചടയമംഗലം, മൃഗസംരക്ഷണം, ക്ഷീരവികസനം, മൃഗശാല, കേരള വെറ്റിനറി ആൻഡ് ആനിമൽ സയൻസ് യൂണിവേഴ്സിറ്റി. എം ബി രാജേഷ്, മണ്ഡലം തൃത്താല, തദ്ദേശ സ്വയംഭരണം, ഗ്രാമവികസനം, നഗരാസൂത്രണം, എക്സൈസ്, കില, പാർലമെൻ്ററി കാര്യം. അഡ്വക്കേറ്റ് പി എ മുഹമ്മദ് റിയാസ്, മണ്ഡലം ബേപ്പൂർ, പൊതുമരാമത്ത്, ടൂറിസം. പി പ്രസാദ്, മണ്ഡലം ചേർത്തല, കൃഷി, കേരള അഗ്രികൾച്ചറൽ യൂണിവേഴ്സിറ്റി, വെയർഹൗസിംഗ് കോർപ്പറേഷൻ. ഒ ആർ കേളു, മണ്ഡലം മാനന്തവാടി, പട്ടികജാതി പട്ടികവർഗ പിന്നോക്ക ക്ഷേമം. പി രാജീവ്, മണ്ഡലം കളമശ്ശേരി, നിയമം, വ്യവസായം, കയർ വാണിജ്യം, മൈനിങ് ആൻഡ് ജിയോളജി. വി ശിവൻകുട്ടി, മണ്ഡലം നേമം, പൊതുവിദ്യാഭ്യാസം, തൊഴിൽ, നൈപുണ്യ വികസനം, വ്യാവസായിക ട്രൈബ്യൂണലുകൾ. വി എൻ വാസവൻ, മണ്ഡലം ഏറ്റുമാനൂർ, സഹകരണം, തുറമുഖം, ദേവസ്വം. വീണ ജോർജ്, മണ്ഡലം ആറന്മുള, ആരോഗ്യം, കുടുംബക്ഷേമം, മെഡിക്കൽ യൂണിവേഴ്സിറ്റി, വനിതാ ശിശുക്ഷേമം, ആയുഷ്. സജി ചെറിയാൻ, മണ്ഡലം ചെങ്ങന്നൂർ,
സാംസ്കാരിക മത്സ്യബന്ധനം ഫിഷറീസ് സർവകലാശാല. ഗണേഷ് കുമാർ, മണ്ഡലം പത്തനാപുരം. മോട്ടോർ വാഹന വകുപ്പ്, ഗതാഗതം, ജലഗതാഗതം. താങ്ക് യു.